ഹരേ കൃഷ്ണ, രാധേ രാധേ. നമസ്കാരം ശ്രീകാന്തേട്ട. ഞാൻ ത്രിമധുരം ഗ്രൂപ്പിലുള്ള ആളാണ്. ഗ്രൂപ്പിൽ എൻ്റെ പേര് കുറച്ച് വ്യത്യസ്തമാണ്. നിഷ, നിബു, നീത എന്നാണ്. എൻ്റെ പേരിനൊപ്പം എൻ്റെ സഹോദരങ്ങളുടെയും പേര് ചേർത്ത് അറിയപ്പെടാനാണ് എനിക്കിഷ്ടം. അവരില്ലാതെ ഞാനില്ല, അത് തന്നെ. ഒരനുഭവം പറയാനുണ്ട്. ഇന്നലെ നടന്നതാ. എൻ്റെ മോന് അവൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങാനായി ഞങ്ങളുടെ നാടായ കോട്ടയത്ത് നിന്നും തൊടുപുഴയിലേക്ക് പോയിരുന്നു കേട്ടോ. 2 ദിവസം അവന് അവിടെ നിൽക്കേണ്ടി വന്നു. ഇന്നലെ മോൻ അവിടെ നിന്നും ഒരു സുഹൃത്തിൻ്റെ വണ്ടിയിൽ KSRTCയിൽ കോട്ടയത്തേക്ക് ബസ് കയറാൻ വന്നു. ഒരു ബസ്സിൽ കയറി. അതിൽ സീറ്റ് ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, തൊട്ടപ്പുറത്തൊരു ബസ് സ്റ്റാർട്ടാക്കി. മോൻ ഈ ബസ്സിൽ നിന്ന് വേഗം ആ ബസ്സിലേക്ക് ഓടിക്കയറി സീറ്റ് കിട്ടിയിരുന്നു. കുറച്ച് ദൂരം ചെന്നപ്പോൾ അറിയുന്നു, തൊട്ട് മുൻപ് കയറിയ ബസ് അപകടത്തിൽപ്പെട്ടു. ന്യൂസ് ചാനലൊക്കെ വന്നു. ഇവിടെ മോൻ വന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓടിച്ചെന്ന് കണ്ണനോട് പറഞ്ഞു. കാരണം മോൻ്റെ കൂടെ പോയി സുരക്ഷിതമായി വരണേ കണ്ണാ എന്ന് പറഞ്ഞാണ് മോനെ അയച്ചത്. ഭഗവാന്റെ കാരുണ്യം അവനൊപ്പം ഉണ്ടായിരുന്നു. ഇതിനപ്പുറം തെളിവ് എന്താണ് വേണ്ടത്? കണ്ണന് മോനെ ഒരുപാട് നന്ദി. നീണ്ടുപോയെങ്കിലും ക്ഷമിക്കണേ. കണ്ണുകൾ വയ്യാതിരിക്കുന്നു. മധുരയിൽ ട്രീറ്റ്മെൻറ്റിലാണ് ഞാൻ. ഈ വാക്കുകൾ കണ്ണൻ്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു നിഷ, നിബു, നിത. സഹോദരങ്ങളുടെ പേര് ചേർത്ത് പറയാനാണ് ഇഷ്ടം. എന്താ കഥ അല്ലേ? സഹോദരങ്ങൾ നല്ല സഹോദരങ്ങളാവുമ്പോൾ നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല. നമ്മുടെ അമ്മയുടെ അച്ഛൻ്റെ സ്ഥാനത്ത് തന്നെയാണ് അവരെ നമ്മൾ കാണുക അല്ലേ? നല്ല ബന്ധങ്ങളായിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത് സ്നേഹത്തോടെ. വല്ല വിദ്വേഷങ്ങളുണ്ടെങ്കിൽ പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ അത് നമ്മുടെ ഈഗോ ഒക്കെ കാരണം നമ്മൾ മസിൽ പിടിച്ചിരിക്കുക, ചിരിക്കാൻ മറന്നു പോവുക. ചിരിക്കാൻ മറന്നു പോകുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പരാജയം. അങ്ങനെ നിങ്ങളൊന്ന് ചിരിച്ചു നോക്കൂ. പല പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മോചനം ഉണ്ടാവും, നിങ്ങൾ അറിയാതെ തന്നെ. നിങ്ങൾ ഒരിക്കലും ചിരിക്കാത്ത ഒരാളോട് അറിയാതെ ഒന്ന് ചിരിക്കുക, അവരും ചിരിക്കും. പിന്നെ അതൊരു ചിരിയായി മാറും. അതൊക്കെയാണ് അനുഭവങ്ങൾ. അപ്പം ഇന്നത്തെ ഗ്രൂപ്പിലേക്ക് എല്ലാവർക്കും വരാം. ഇന്ന് ഗുരുവായൂരിൽ നടയിൽ 18 നാരായണീയം നമ്മുടെ ഗ്രൂപ്പിലെ മെമ്പർ ഗീത ചേച്ചി കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഗ്രൂപ്പിൽ 18 പേർക്ക് സമ്മാനങ്ങളുണ്ട്. അതിൽ 10 നാരായണീയം സിന്ധു ചേച്ചിയുടെ വകയാണ്, കാനഡയിൽ നിന്ന്. അങ്ങനെ കാര്യങ്ങളൊക്കെ പോകുന്നു. ഹരേ കൃഷ്ണ.